ആലപ്പുഴ കായംകുളത്ത് കോളേജിന് സമീപത്ത് നിന്നും MDMA-യുമായി യുവാക്കൾ പിടിയിൽ. MSM കോളേജിന് സമീപത്ത് നിന്നാണ് ഇവർ പിടിയിലായത്. 23 ഗ്രാം MDMA യുവാക്കളിൽ നിന്നും പിടിച്ചെടുത്തു. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, എന്താണ് സംഭവം? പോലീസ് വിശദീകരിക്കുന്നത് എങ്ങനെ? വളരെ ഗൗരവത്തോടു കൂടിയാണ് പോലീസ് ഈ കേസിനെ കാണുന്നത്. കാരണം 23 ഗ്രാം MDMA കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിലുള്ള MDMA ആണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. അതിൽ തന്നെ കായംകുളത്ത് ബാംഗ്ലൂരിൽ നിന്ന് എത്തിയവരുടെ കൈവശമാണ് ഇത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. ഈ പിടിയിലായത് കരുനാഗപ്പള്ളി സ്വദേശികളായ 2 പേരാണ്. റീഗൽ രാജു, ഒപ്പം തന്നെ മൈനാഗപ്പള്ളി സ്വദേശി ആകാശ് എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. ഇവർ കായംകുളം പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. എല്ലാ ദിവസവും നടക്കുന്ന, അതായത് നമുക്കറിയാം ഓപ്പറേഷൻ ഡി-ഹണ്ടിന്റെ ഭാഗമായി നടത്തുന്ന പരിശോധനയുടെ ഭാഗമായി കായംകുളം പോലീസ് MSM കോളേജിന് സമീപത്ത് പരിശോധന നടത്തുന്നതിനിടയിലാണ് ഈ 2 ചെറുപ്പക്കാർ പിടിയിലാകുന്നത്. ഇവരുടെ ബാഗിൽ നടത്തിയ പരിശോധനയിൽ നിന്നാണ് 23 ഗ്രാം MDMA പിടിച്ചെടുത്തിട്ടുള്ളത്. ഇത് കോളേജിന്റെ പരിസരത്ത് നിന്ന് തന്നെ കിട്ടിയത് കൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത്. വിദ്യാർത്ഥികൾക്കടക്കം നൽകാനാണോ ഇത് കൊണ്ടുവന്നെന്നുൾപ്പെടെയുള്ള സംശയവും പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ 23 ഗ്രാം MDMA-യുമായി കരുനാഗപ്പള്ളി സ്വദേശികളായ 2 പേർ പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്ന് ഈ MDMA ഇവിടേക്ക് എത്തിച്ചു എന്നുള്ളതാണ് കരുതുന്നത്. രാവിലെ അവര് KSRTC ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങി, ബാംഗ്ലൂർ ബസ്സിന് KSRTC ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. അതിനുശേഷം പിന്നീട് ഇവർ കോളേജിന്റെ ഭാഗത്തേക്ക് നീങ്ങുകയും അവിടെ പെട്രോളിംഗ് നടത്തിയത് ടീമിനാണ്, കായംകുളം എസ്ഐയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് ഇവരെ കിട്ടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ, അറസ്റ്റടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. അത്തരം നടപടികൾ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ പോലീസ് ഇവരെ ചോദ്യം ചെയ്യുകയാണ്. അതിനുശേഷം മാത്രമേ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാവുകയുള്ളൂ. സജിത്. ശരണ്യ, ഈ ആലപ്പുഴ കേന്ദ്രീകരിച്ച് ലഹരി വേട്ട, പോലീസിന്റെ ലഹരി വേട്ട കൂടുതൽ സജീവമായിരുന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലും കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സമാനമായ സംഭവങ്ങൾ ജില്ലയിൽ നടക്കുന്നുണ്ടോ? ഇന്ന് നടത്ത പരിശോധന അത് ഇത്തരത്തിലുള്ള ഒരു മാസ് കോമ്പിങ്ങിന്റെ ഭാഗമാണോ? ഇത് ക്വാണ്ടിറ്റി 23 ഗ്രാമോളം ഉണ്ട്. അത് തന്നെ MDMA സംബന്ധിച്ചിടത്തോളം അത് വലിയ ക്വാണ്ടിറ്റിയാണ് 23 ഗ്രാം എന്നുള്ളത്. അത് പോലീസ് വളരെ ഗൗരവത്തോട്, പ്രത്യേകിച്ച് ആലപ്പുഴയിൽ ഈ ലഹരി വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ആരോപണം നിലനിൽക്കുന്ന പ്രദേശങ്ങളിലൊന്ന് കായംകുളവും, ഒപ്പം തന്നെ തൊട്ടടുത്ത് കൊല്ലം ജില്ലയോട് ചേർന്ന് നടക്കുന്ന കരുനാഗപ്പള്ളി അടക്കമുള്ള ഇടങ്ങളുമാണ് ഇത്തരത്തിലുള്ള ഒരു ലഹരി മാഫിയ കേന്ദ്രീകരിക്കുന്നത് എന്നുള്ള ആരോപണം നിലനിൽക്കുന്നു. അത്തരത്തിൽ നിരവധി കേസുകൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പിടിയിലായിട്ടുള്ള ആളുകളും കരുനാഗപ്പള്ളി സ്വദേശികളാണ്. അതായത് കായംകുളത്തിനോട് ചേർന്ന് ആലപ്പുഴ, കൊല്ലം ജില്ലകളുടെ അതിർത്തി ഭാഗത്തായിട്ടാണ് ഇത് ഏറ്റവും അധികം കൈമാറ്റം ചെയ്യപ്പെടുന്നെന്നുള്ള വിവരമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പിടിക്കപ്പെട്ടിരിക്കുന്ന അവരും കരുനാഗപ്പള്ളി സ്വദേശികളായ 2 പേരാണ് പിടിക്കപ്പെട്ടിട്ടുള്ളത്. അവരത് കൈമാറുന്നതിനായി എത്തിയത് കായംകുളത്താണ് എന്നുള്ളതാണ്. കായംകുളം MSM കോളേജിന്റെ പരിസരത്ത് നിന്നാണ് ഇവരെ പിടികൂടിയത്. അതാണ് ഈ വിഷയത്തിൽ ഏറ്റവും ഗൗരവകരമായ കാര്യം. അതായത് വിദ്യാർത്ഥികൾക്ക് ഇത് നൽകാനാണോ എത്തിയതെന്നടക്കമുള്ള സംശയം പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ ഈ പ്രതികളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇതിൽ രാവിലെയാണ് ഇവര് എത്തിയത് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. കാരണം പോലീസ് കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അങ്ങനെ തന്നെയാണ്. ഇവർ ബാംഗ്ലൂരിൽ നിന്ന് MDMA-യുമായി കായംകുളം ബസ് സ്റ്റാൻഡിലാണ് രാവിലെ വന്ന് ഇറങ്ങിയത്. അതിനുശേഷം ഇവർ കോളേജിന്റെ പരിസരത്തേക്ക് എത്തി. അവിടെ നിന്നാണ് ചെക്കിങ്ങിനിടയിൽ പോലീസിന് ലഭ്യമാകുന്നത്. കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ ആലപ്പുഴ ഹരിപ്പാട് നിന്നും MDMA-യുമായി പിടിയിലായ യുവാവിനെ ചോദ്യം ചെയ്തപ്പോൾ അത് ആലപ്പുഴ നഗരത്തിലെ CPM-ന്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് MDMA വിൽപ്പന നടത്തിയത് എന്നുള്ളത് കണ്ടെത്തുകയും പോലീസ് പിന്നീട് തിരച്ചിൽ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അവിടെ നിന്നും MDMA ഈ ബ്രാഞ്ച് സെക്രട്ടറിയുടെ കൈവശം പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തു. അത്തരത്തിൽ ഈ കരുനാഗപ്പള്ളിയും കായംകുളവും കേന്ദ്രീകരിച്ച് ഇതിന്റെ ഒരു ഹബ്ബായി മാറുന്നുണ്ടെന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കോളേജിന്റെ പരിസരത്ത് നിന്ന് തന്നെ 23 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ പിടിയിലായിട്ടുള്ളത്. സജിത്. യെസ്, അതാണ് സാഹചര്യം. ആലപ്പുഴയിൽ നിന്നും MDMA പിടികൂടി. കോളേജ് പരിസരത്ത് നിന്നും പോലീസിന്റെ അന്വേഷണം തുടരുന്നു. അറസ്റ്റ് അടക്കമുള്ള മറ്റ് നടപടിക്രമങ്ങൾ.